നിങ്ങൾക്കറിയാമോ, ലോകമിന്നും ഭയത്തോടെ മാത്രം ഓർക്കുന്ന നരഭോജിയായ ഒരു ഭരണാധികാരിയെക്കുറിച്ച്? അതെ, അങ്ങനെ ഒരാൾ ഈ ഭൂമിയിലുണ്ടായിരുന്നു. കാടത്തത്തിൻ കാലത്തിലല്ല, ഈ ആധുനിക കാലത്ത്. കൃത്യമായി പറഞ്ഞാൽ 1971 മുതൽ 8 വർഷത്തോളം അയാൾ ഈ ഭൂമിയിലെ ഒരു രാജ്യം ഭരിച്ചിരുന്നു. മറ്റു രാജ്യങ്ങളെല്ലാം അയാളുടെ പേര് ഭയത്തോടെ മാത്രം പറഞ്ഞു. എന്തിന്? സ്വന്തം ജനത പോലും ആ ഭരണാധികാരിയുടെ മുന്നിൽ ഒരിക്കൽ പോലും അകപ്പെടരുതേ എന്ന പ്രാർത്ഥനയിൽ കഴിഞ്ഞു. യുഗാണ്ടയുടെ ഏകാധിപതിയായി വാണ ഈദി അമീൻ്റെ കഥയാണിത്. ഒരുപക്ഷെ നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കാം. ഈദി അമീനെക്കുറിച്ചുള്ള കഥകളിൽ ആധികാരിക രേഖയുള്ളത് വളരെ കുറച്ച് സംഭവങ്ങൾക്ക് മാത്രമാണ്. അയാൾ സമ്മതിച്ചിട്ടുള്ളതോ അല്ലെങ്കിൽ തെളിവുകളുള്ളതോ ആയ കാര്യങ്ങളല്ല അയാളൊരു നരഭോജിയായിരുന്നു എന്ന വാദം ഉൾപ്പെടെയുള്ള ചില കാര്യങ്ങൾ. എന്നാൽ ക്രൂരനിൽ ക്രൂരനായ ഒരു ഭരണാധികാരിയായിരുന്നു ഈദി അമീൻ എന്ന കാര്യത്തിൽ ലോകത്തിന് ഏക അഭിപ്രായമാണ് ഉള്ളത്. ബ്രിട്ടീഷ് കോളനിയായിരുന്ന യുഗാണ്ടയുടെ പശ്ചിമ നൈൽ പ്രവിശ്യയിലെ കൊക്കോബോയിലാണ് ഈദി അമീൻ്റെ ജനനമെന്നാണ് പറയപ്പെടുന്നത്. തെളിവില്ല. പക്ഷേ 1925 ഇയാൾ ജനിച്ചതെന്നാണ് പറയപ്പെടുന്നത്. അതിനും പക്ഷേ തെളിവില്ല. ജനന തീയതി ഏതാണെന്ന് ഇതുവരെയും ഒരു ഔദ്യോഗിക സ്ഥിരീകരണമില്ല എന്നതാണ് ഏറെ രസകരമായ കാര്യം. പ്രാഥമിക വിദ്യാഭ്യാസം പോലും ലഭിക്കാതെയാണ് കുഞ്ഞീദി വളർന്നത്. പക്ഷേ കായബലത്തിൽ ആ ബാലനെ തോൽപ്പിക്കാൻ അന്ന് ആ നാട്ടിൽ ആരുമുണ്ടായിരുന്നില്ല. മികച്ച കായികക്ഷമതയും സൈനിക വൃത്തിയോടുള്ള അഭിനിവേശവും കൗമാരക്കാരനായ ഈദി അമീനെ പട്ടാളത്തിലെത്തിച്ചു. സൈനിക സേവനത്തിൽ ഈദി അമീൻ അജയ്യനായി മുന്നേറി. 6 അടിയിലധികം പൊക്കവും കരുത്തുറ്റ ശരീരവുമായിരുന്നു ഈദി അമീൻ്റേത്. 1951-60 കാലത്ത് യുഗാണ്ടയിലെ ഹെവി വെയ്റ്റ് ബോക്സിംഗ് ചാമ്പ്യനായി. കരുത്തുറ്റ ശരീരവും കഠിന ഹൃദയവും ചേർന്നതോടെ ശത്രുക്കളെ ഇല്ലായ്മ ചെയ്യാനുള്ള എല്ലാ യോഗ്യതയുമുള്ള ആളെന്ന് പേരെടുത്തു. അതോടെ ബ്രിട്ടീഷ് സൈന്യത്തിൽ ഒരു കറുത്ത വർഗ്ഗക്കാരന് എത്തിച്ചേരാനാകുന്ന ഉയരത്തിലേക്ക് ഈദി അമീൻ വളർന്നു. 1952 മുതൽ 1956 വരെയുള്ള കാലത്ത് കെനിയയിൽ നടന്ന മൗമൗ കലാപം അടിച്ചമർത്താൻ ബ്രിട്ടീഷുകാർ ഇറക്കിയ തുറുപ്പ് ചീട്ട് ഈദി അമീനായിരുന്നു. യുഗാണ്ട സ്വതന്ത്ര രാഷ്ട്രമാകുന്ന 1960-ൽ ബ്രിട്ടീഷ് സൈന്യത്തിൽ ഒരു കറുത്ത വർഗ്ഗക്കാരന് കിട്ടാവുന്ന ഏറ്റവും ഉയർന്ന പദവിയിലായിരുന്നു ഈദി അമീൻ. സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി നേതാവും തികഞ്ഞ ജനാധിപത്യവാദിയുമായിരുന്നു മിൽട്ടൺ ഒബോട്ടെ. 1962-ൽ യുഗാണ്ടെ ബ്രിട്ടനിൽ നിന്നും സ്വാതന്ത്ര്യം നേടുന്നതിന് മുമ്പ് തന്നെ മിൽട്ടൺ ഒബോട്ടയുടെ വലം കൈയായി അമീൻ മാറി. യുഗാണ്ട സ്വാതന്ത്ര്യം നേടിയപ്പോൾ മിൽട്ടൺ ഒബോട്ടെ പ്രസിഡന്റായി. മിൽട്ടൺ ഒബോട്ടയുടെ ഭരണകൂടത്തെ അട്ടിമറിച്ചാണ് ഈദി അമീൻ യുഗാണ്ടയുടെ പരമാധികാരം പിടിച്ചെടുക്കുന്നത്. 1971-ൽ ഒബോട്ടെ സിംഗപ്പൂരിൽ സാർക്ക് ഉച്ചകോടിയിൽ പങ്കെടുക്കവെയാണ് ഈദി അമീൻ നാട്ടിൽ സൈനിക അട്ടിമറി നടത്തി അധികാരം പിടിച്ചത്. പ്രസിഡന്റും സൈനിക തലവനുമായി അയാൾ സ്വയം അവരോധിതനായി. 1975-ൽ ഫീൽഡ് മാർഷലും 1976-ൽ രാജ്യത്തിൻ്റെ ആജീവനാന്ത പ്രസിഡന്റുമായി ഈദി അമീൻ സ്വയം പ്രഖ്യാപിക്കുകയായിരുന്നു. അധികാരമേറ്റ ശേഷം ലോകം കണ്ടത് വിശ്വസ്തനായ സൈനിക ഉദ്യോഗസ്ഥനിൽ നിന്നും അതിക്രൂരനായ ഏകാധിപതിയിലേക്കുള്ള ഈദി അമീൻ്റെ പരകായ പ്രവേശമായി. അധികാരത്തിലേറിയ ഉടൻ ബ്രിട്ടീഷ് കോളനികളിൽ നിന്നുള്ള മുഴുവൻ വിദേശികളെയും തുരത്താനാണ് ഈദി അമീൻ ശ്രമിച്ചത്. ഇന്ത്യക്കാരടക്കം 70,000-ഓളം ഏഷ്യൻ വംശജരായിരുന്നു 3 മാസത്തിനകം രാജ്യം വിടാൻ ഈദി അമീൻ കൽപ്പിച്ചത്. ഒരു നാണയം പോലും യുഗാണ്ടയിൽ നിന്നും പുറത്തേക്ക് കടത്താൻ പാടില്ലെന്നും അയാൾ കർശനമായി ഉത്തരവിട്ടു. വിദേശികളുടെ പിന്മാറ്റം യുഗാണ്ടയുടെ സാമ്പത്തിക വ്യവസായ മേഖല തകർത്തു എന്ന് തന്നെ പറയാം. തൊഴിലില്ലായ്മ രൂക്ഷമായി. അതിനിടെ ഒബോട്ടയുടെ ഗോത്രക്കാർ തിരിച്ചടിക്ക് ഒരുങ്ങുന്നുണ്ടായിരുന്നു. വിമതരെന്ന് സംശയം തോന്നിയ മുഴുവൻ ആളുകളെയും ഈദിയുടെ പട്ടാളം നിർദാക്ഷിണ്യം തെരുവിൽ കൊന്നുതള്ളി. 10,000 പിടഞ്ഞു വീണു. അതിലേറെ പേർ പലായനം ചെയ്തു. ഈദി അമീൻ്റെ യുഗാണ്ടയിൽ വധശിക്ഷ എന്നത് ഒരു ശിക്ഷയേ ആയിരുന്നില്ല. ജീവിച്ചിരുന്നവർക്കാകെയുള്ള മുന്നറിയിപ്പായിരുന്നു ഈദി അമീൻ്റെ ഓരോ കൊലപാതകങ്ങളും. തന്നെ എതിർക്കുന്ന ഒരാളെപ്പോലും ഈദി അമീൻ വെറുതെ വിട്ടില്ല. പത്രപ്രവർത്തകർ, നിയമജ്ഞർ, സർക്കാർ ഉദ്യോഗസ്ഥർ, വിദ്യാർത്ഥികൾ ഉൾപ്പെടെ എല്ലാവരെയും അയാൾ കൂട്ടക്കൊല ചെയ്തു. പ്രസിഡന്റ് മിൽട്ടൺ ഒബോട്ടയുടെ അനുയായികളെയും ഈദി അമീൻ പിന്തുടർന്ന് വേട്ടയാടി. കുട്ടികളെന്നോ മുതിർന്നവരെന്നോ ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസമില്ലാതെ ഈദി അമീൻ്റെ ഭരണത്തിനിടയിൽ യുഗാണ്ടയിൽ 5 ലക്ഷം പേരെങ്കിലും കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നാണ് രാജ്യാന്തര മനുഷ്യാവകാശ ഏജൻസികളുടെ അനൗദ്യോഗിക കണക്ക്. യുഗാണ്ടയിലെ കശാപ്പുകാരൻ എന്ന വിളിപ്പേര് ഈദി അമീൻ വളരെ വേഗം സ്വന്തമാക്കി. മനുഷ്യനെ കൊന്ന് മനുഷ്യമാംസം ഭക്ഷിച്ചിരുന്ന ഈദി അമീൻ കുട്ടികളുടെ കരൾ പച്ചയ്ക്ക് തിന്നുമായിരുന്നുവെന്നും പറയപ്പെടുന്നുണ്ട്. പക്ഷേ കണക്ക് ചോദിക്കാതെ ഒരു കാലവും കടന്നുപോയിട്ടില്ലല്ലോ. ഈദി അമീൻ എന്ന നരഭോജിയായ കൊടുംക്രൂരന് അധികനാൾ യുഗാണ്ടയിൽ വാഴാൻ കഴിഞ്ഞില്ല. 1976 ജൂണിലെ പ്രശസ്തമായ ഓപ്പറേഷൻ എൻഡബെയാണ് ഈദി അമീൻ്റെ പ്രതാപത്തിൻ്റെ അന്ത്യത്തിന് തുടക്കമിട്ടത്. ഇസ്രയേലിൽ നിന്നും പാരീസിലേക്ക് പോവുകയായിരുന്ന എയർ ഫ്രാൻസ് വിമാനം റാഞ്ചിയ പലസ്തീൻ തീവ്രവാദികൾക്ക് ഈദി അമീൻ പരസ്യ പിന്തുണ നൽകി. യുഗാണ്ടയിലെ എൻഡബെ വിമാനത്താവളത്തിലാണ് റാഞ്ചികൾ വിമാനം എത്തിച്ച് നിർത്തിയിട്ടത്.
വിവിധ രാജ്യങ്ങളിലെ ജയിലുകളിൽ കഴിയുന്ന പലസ്തീനികളെ വിട്ടയക്കണമെന്നായിരുന്നു റാഞ്ചികളുടെ പ്രധാന ആവശ്യം. 4000 കിലോമീറ്റർ അകലെ നിന്ന് പറന്നെത്തിയ ഇസ്രായേൽ സൈന്യം യുഗാണ്ടൻ പട്ടാളത്തെ നോക്കുകുത്തികളാക്കി എൻഡബെ വിമാനത്താവളം കയ്യേറി റാഞ്ചികളെ കീഴടക്കി ബന്ദികളെ മോചിപ്പിച്ചു. ഇസ്രായേലി സൈന്യത്തിന് കെനിയയുടെ സഹായം കിട്ടിയെന്ന് സംശയിച്ച ഈദി അമീൻ യുഗാണ്ടയിലെ മുഴുവൻ കെനിയക്കാരെയും വേട്ടയാടിയാണ് പകരം വീട്ടിയത്. ഇതിനിടയിൽ ടാൻസാനിയൻ സൈന്യവും യുഗാണ്ടൻ വിമോചന പോരാളികളും ചേർന്ന് തലസ്ഥാന നഗരി പിടിച്ചെടുത്തതോടെ ചെറുത്തുനിന്ന് സമയം കളയാതെ ഭാര്യമാരും മക്കളുമൊത്ത് ഈദി അമീൻ ലിബിയയിലേക്ക് കടന്നു. പിന്നെ ഇറാഖിലേക്ക്. അവിടെ നിന്നും ഒടുവിൽ സൗദി അറേബ്യയിൽ രാഷ്ട്രീയ അഭയം തേടി. കായെ, നൂറ, മദീന, സാറ എന്നീ ഭാര്യമാരോടും 30ഓളം മക്കളോടുമൊത്താണ് ഈദി അമീൻ സൗദിയിൽ അഭയം തേടിയത്. മറ്റു മക്കൾ ലണ്ടനിലായിരുന്നു. ഒരു കാലത്ത് ഉഗ്രപ്രതാപിയും അതേസമയം ഉന്മാദിയുമായിരുന്ന യുഗാണ്ടൻ ഭരണാധികാരി 2003 ഓഗസ്റ്റ് 16 വൃക്കരോഗബാധിതനായാണ് മരിക്കുന്നത്. ജിദ്ദ റുവൈസിലെ ശ്മശാനത്തിൽ ലോകം കണ്ട ക്രൂരനായ ഭരണാധികാരിയെ ഖബറടക്കി. ഈദി അമീൻ ജീവിച്ചിരിക്കെ തന്നെ ഇയാളെക്കുറിച്ചൊരു സിനിമ പുറത്തിറങ്ങിയിരുന്നു. 1981 പുറത്തിറങ്ങിയ ആ സിനിമയുടെ പേര് അമീൻ ദ റൈസ് ആൻഡ് ഫോൾ എന്നായിരുന്നു. 1971 മുതലുള്ള ഈദി അമീൻ്റെ വാഴ്ചയും 1979 വീഴ്ചയുടെയും കഥയാണ് ചിത്രം പറയുന്നത്. ഒരു നരഭോജിയായി തന്നെയാണ് ഈദി അമീനെ ഈ ചിത്രത്തിൽ ദൃശ്യവൽക്കരിച്ചിട്ടുള്ളത്. ശത്രുരാജ്യം സമാധാന ചർച്ചയ്ക്കയച്ച നയതന്ത്ര പ്രതിനിധിയെ വലിയ ചെമ്പിലിട്ട് പുഴുങ്ങിത്തിന്നുന്ന ഒരു രംഗം ഈദി അമീനെക്കുറിച്ചുള്ള ഈ സിനിമയിലുണ്ട്. അതിനുശേഷം എല്ലും തോലും തലയോട്ടിയും ശത്രുരാജ്യത്തെ രാജാവിന് അയച്ചു കൊടുത്തെന്നും പറയപ്പെടുന്നുണ്ട്. മനുഷ്യമാംസമാണ് അയാൾക്ക് കഴിക്കാൻ ഏറ്റവും ഇഷ്ടമെന്നും കൊച്ചു കുഞ്ഞുങ്ങളുടെ കരൾ പച്ചയ്ക്ക് പറിച്ച് തിന്നുന്നത് അയാൾക്ക് രസമായിരുന്നുവെന്നും പറയപ്പെടുന്നു. അയാളുടെ കൊട്ടാരത്തിലെ കൂറ്റൻ ഫ്രിഡ്ജിൻ്റെ ഫ്രീസറിൽ ശത്രുക്കളുടെ തലയോട്ടികൾ സൂക്ഷിച്ചു വയ്ക്കുമായിരുന്നുവെന്നും പറയപ്പെടുന്നു. ഭാര്യയെ ചികിത്സിക്കാൻ വന്ന ഡോക്ടർക്ക് അയാൾ അത് കാണിച്ചു കൊടുക്കുന്ന ഭീകര രംഗവും ആ സിനിമയിലുണ്ട്. സിനിമ ചരിത്രത്തോട് എത്രത്തോളം നീതി പുലർത്തിയെന്ന് നമുക്കറിയില്ല. പക്ഷേ ഒരു കാര്യം സത്യമാണ്, ലോകം ഇന്ന് വരെ കണ്ടിട്ടുള്ള ക്രൂരന്മാരായ ഭരണാധികാരികളിൽ പ്രഥമ സ്ഥാനീയനാണ് ഈദി അമീൻ.